വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ലൈക്ക് മദർ ബേബി അങ്ങനത്തെ റിലേറ്റഡ് വീഡിയോ ആണ്. ലൈക്ക് ഡൈപ്പർ ബാഗിൽ ഞാൻ എന്തൊക്കെ ക്യാരി ചെയ്യും എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പുറത്ത് ഇറങ്ങാത്തതുകൊണ്ടും വീട്ടിലൊക്കെ ഉള്ളതുകൊണ്ടും ഇടയ്ക്ക് 2-3 സ്ഥലത്തൊക്കെ പോയി. ലൈക്ക് ഹോസ്പിറ്റലിൽ വാക്സിനേഷന് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തൊക്കെ ഞാൻ കൊണ്ടുപോകാറുണ്ട് എസെൻഷ്യലായിട്ട്. ലൈക്ക് ഡൈപ്പർ ചേഞ്ച് ചെയ്യേണ്ടി വരും, കക്കി കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഫുൾ ഡൈപ്പർ ലൈക്ക് ഒരു 6 months ഒക്കെ കുറേ അഡീഷണൽ വരുമല്ലോ, ബോട്ടിൽ വരും, പിന്നെ പൊടികൾ വരും. അപ്പം അത് ഞാൻ വേറെ ഒരു 6 to 7 months കഴിഞ്ഞിട്ട് ചെയ്യാം. ഇപ്പോൾ കുഞ്ഞ് പെട്ടെന്ന് നമുക്ക് യൂസ്ഫുൾ ആവുന്ന സാധനങ്ങൾ ഞാൻ ഡൈപ്പർ ബാഗിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് ഡൈപ്പർ ബാഗ്. ഇത് മദർലി എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ പറ്റുകയാണെങ്കിൽ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഇതിൽ 1, 2, 3, 4 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. സോറി, 1, 2, 3, 4 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. 5 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അടിയില് ഒരു സിബ് ഉണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ഈ മുകളിലെ സാധനങ്ങൾ മാറ്റിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അടിയിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിബ് തുറന്നാൽ നമുക്ക് അടിയിൽ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കാം. സോ അങ്ങനത്തെ ഒരു ഇതുണ്ട്. നമുക്ക് ആദ്യത്തെ എസെൻഷ്യൽ എന്ന് പറയുന്നത് തന്നെ ഡൈപ്പേഴ്സ് ആണ് കേട്ടോ. 1, 2, 3, ഇപ്പം 3 ഉള്ളൂ. 3 ഡൈപ്പേഴ്സ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഏതിൻ്റെ ആയിരുന്നു, അത് ഞാൻ നോക്കിയിട്ട് ഇടാം, ഞാൻ മറന്നുപോയി. എനിക്ക് ഹഗീസിന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചേച്ചി ഒരു വലിയ പാക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഹഗീസിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ മാമി പോക്കോ പാൻസ് ആണോ, അയ്യോ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ സൈസുള്ള കുറച്ചുണ്ട്. അപ്പോൾ ഇവ 3 ഡൈപ്പേഴ്സ് ഉണ്ട്. അടുത്തത് കുറച്ച് ലൈക്ക് ബെനിയൻ ടൈപ്പ് മെറ്റീരിയലുള്ള ഡ്രസ്സസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോടാ, ഇങ്ങനെ ഫ്രണ്ട് ഓപ്പനാണ് തലയിൽ കൂടി ഇടുന്നതെന്ന് ഒട്ടും ഇഷ്ടമല്ല. അപ്പം ഞാൻ ഫ്രണ്ട് ഓപ്പനാണ് മാക്സിമം ഞാൻ മേടിച്ചിരിക്കുന്നത്. പിന്നെ കുറേ ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ നല്ല സോഫ്റ്റ് മെറ്റീരിയൽസ് അതൊക്കെ നല്ല സുഖമാണ്. എന്തായാലും എനിക്ക് തന്നെ ചൂടെടുത്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവനും എന്താ പറയുക, ചൂടുള്ള പ്രകൃതി, അപ്പോൾ പെട്ടെന്ന് വേർക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ രാത്രി മാക്സിമം നമ്മൾ ഫുൾ സ്ലീവ് ഒക്കെ ഇടിപ്പിച്ച് കിടത്താൻ നോക്കും. ബിക്കോസ് ഞാൻ ചെറുതായിട്ട് ഏസ് ചെയ്താറുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഫുൾ സ്ലീവ് ഇട്ടിട്ടേ കിടത്തുള്ളൂ. ഇടാൻ നോക്കില്ല, ഫുൾ സ്ലീവ് ഇട്ടിട്ടേ കിടത്താറുള്ളൂ. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ കുറച്ച് ടീഷർട്ട്സ് ഉണ്ട്, അങ്ങനത്തെ ഇടും. പിന്നെ ഇത് ഇങ്ങനത്തെ തന്നെ കുറേ ഈ ബാഗിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് എസെൻഷ്യലായിട്ട് 3-4 പെയർ ഓഫ് ഷോർട്ട്സ് വയ്ക്കുക, പിന്നെ ടീഷർട്ട്സ് ഒക്കെ വയ്ക്കുക. അടുത്തത് ഡൈപ്പർ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ത്രോ ചെയ്ത് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ന്യൂസ് പേപ്പേഴ്സ് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ റാപ്പ് ചെയ്തിട്ട് നല്ല സെക്യൂർ ആയിട്ട്, അല്ലെങ്കിൽ അത് മോശമാണ്, നമ്മൾ ചെയ്യുന്നത് മോശം. പിന്നെ മദർ കെയറിൽ ഈ ഡൈപ്പർ ഡിസ്പോസിബിൾ ബാഗ് കിട്ടും. അത് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. ബിക്കോസ് നമുക്ക് ഇൻ കേസ് കാറിലൊക്കെ വെക്കേണ്ടി വന്നാൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പം മദർ കെയർ ആണെന്ന് തോന്നുന്നു, ഞാൻ നോക്കിയിട്ടില്ല ശരിക്കും, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ ഈ ഫ്രാഗ്രൻസ് സ്മെല്ല് പുറത്തേക്ക് പോകാതിരിക്കാനുള്ള ഡിസ്പോസിബിൾ ബാഗാണ്. അപ്പോൾ അത് ഞാൻ നോക്കട്ടെ. റേറ്റ് കൂടുതലാണോ എന്ന് എനിക്ക് സംശയം. റേറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് നോർമലി ന്യൂസ് പേപ്പർ 2-3 ന്യൂസ് പേപ്പറിൽ കവർ ചെയ്ത് കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് കാറിൽ വെക്കേണ്ടി വന്നാൽ മാത്രം. ഇപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമില്ല അങ്ങോട്ടേക്ക് കളയാനായിട്ട്. അപ്പോൾ കാറിൽ വെക്കേണ്ടി വന്നാൽ ഇത് റാപ്പ് ചെയ്ത് നല്ലൊരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് വെക്കുക. എന്നിട്ട് പറ്റുന്ന പോലെ അവിടെ ഇറങ്ങി കളയാം. പിന്നെ ഇവൻ്റെ വൈറ്റമിൻ ഡ്രോപ്സ് ഉണ്ട്. ഇതിപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത 1 year വരെ നമുക്ക് എന്തായാലും കൊടുക്കണം. നമ്മൾ വിട്ടുപോയത് വൈറ്റമിൻ D3 ഓറൽ സൊല്യൂഷൻ. ഇത് സനോഫിയുടെ ആണ്. അപ്പം ഇതെന്തായാലും കൊടുക്കുക, 1 time കൊടുത്താൽ മതി. പിന്നെ വെറ്റ് വൈപ്സ് ഞാൻ യൂസ് ചെയ്യുന്നത് മദേഴ്സ് പേർഷ്യൻ്റെ വെറ്റ് വൈപ്സ് ആണ്. വെറ്റ് വൈപ്സ് എന്ന് പറയാൻ പറ്റില്ല, ദിസ് ഇസ് വാട്ടർ വൈപ്പ്. ഇതിൽ
99% ഓഫ് ലിക്വിഡ് വാട്ടറാണ്. അപ്പോൾ പിള്ളേർക്ക് നമ്മൾ പെട്ടെന്ന് ന്യൂ ബോൺസ് നമ്മൾ വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുന്നത് ശരിയാണെന്ന് എന്നോട് ആരൊക്കെ പറഞ്ഞു. സോ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് മദേഴ്സ് പേഴ്സിനെ കിട്ടിയത്. അപ്പം ഇത് ഓൺലൈൻ ആമസോണിൽ നിന്ന് വാങ്ങാൻ നിങ്ങൾക്ക് 3-4 ഒരു സെറ്റ് ഓഫ് 3-4 അങ്ങനെ കിട്ടും. അത് കുറച്ച് റേറ്റ് കുറവാണെന്ന് തോന്നുന്നു. നമ്മൾ ഇൻഡിവിജ്വൽ വാങ്ങുമ്പോൾ റേറ്റുള്ള പാക്കറ്റ്സ് ആണ്. അപ്പം ഇത് എന്തായാലും ഞാൻ വെക്കാറുണ്ട്. പിന്നെ ഇൻ കേസ് ഇഫ് എമർജൻസി ഇതും ഒരു എക്സ്ട്രാ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വെറ്റ് വൈപ്സ് ആണ്, പക്ഷെ ഇതും പറയുന്നത് വാട്ടർ വൈപ്സ് എന്നാണ്, പക്ഷെ എന്നാലും ഇത് പിറാമൽ ഗ്രൂപ്പിൻ്റെ ആണ്. അപ്പോൾ ഇതും ഞാൻ വെച്ചിട്ടുണ്ട് ഇൻ കേസ് അങ്ങനെ എമർജൻസി വെറ്റ് വൈപ്സ് വേണ്ട. പിന്നെ ഇത് വെരി 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 എസെൻഷ്യൽ. ഇത് ഡയപ്പർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഈ മാറ്റ് ഇങ്ങനെ വിരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കിടത്തിയിട്ട് ഞാൻ ചെയ്യാനുള്ള സംഭവം വിരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കിടത്തുക. എന്നിട്ട് ഒരു ന്യൂസ് പേപ്പർ വയ്ക്കുക. അപ്പോൾ എന്തെങ്കിലും ആവുകയാണെങ്കിൽ ന്യൂസ് പേപ്പറിലാവല്ലേ ഉള്ളൂ. അപ്പം ന്യൂസ് പേപ്പറും അതെടുത്തിട്ട് ഒരുമിച്ച് കിടന്നാൽ മതി. അപ്പം ഇത് കൂടുതൽ ദിവസങ്ങൾ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് വൺ ടൈം യൂസ് കാരണം വില നമുക്ക് പെട്ടെന്ന് കളയണ്ട എന്നുണ്ടെങ്കിൽ വൺ ടൈം യൂസ് ചെയ്യേണ്ട. നമുക്ക് നല്ലോണം ഒരു 1 week 2 weeks ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇത് നമ്മളിങ്ങനെ ചെയ്യണമെങ്കിൽ. ലൈക്ക് ഡയപ്പർ തുറക്കണ മുമ്പേ ഒരു ന്യൂസ് പേപ്പർ വയ്ക്കുക. എന്നിട്ട് ഡയപ്പർ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ എന്തെങ്കിലും ആവുകയാണെങ്കിൽ മൂത്രം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും മാറ്റേണ്ടി വരും. പക്ഷേ ലൈക്ക് വേറെ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ പൂപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അതിലായിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട്. ആവില്ല എന്തായാലും നമുക്ക് കൂടുതൽ ഡേയ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വെരി 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 എസെൻഷ്യലാണ് ഡയപ്പർ ചേഞ്ചിങ് സമയത്ത്. അപ്പോൾ ഇത് ഡയപ്പർ ചേഞ്ചിങ് ഷീറ്റ്. പിന്നെ ഒരു ബ്ലാങ്കറ്റ് പോലത്തെ ഉണ്ട്. ഇത് അവനെങ്ങാനും എവിടെയെങ്കിലും നമ്മൾ പോവുകയാണെങ്കിലും ഒന്ന് റാപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്. പിന്നെ കുറച്ചും കൂടി ഡ്രസ്സ് ഉണ്ട്. ഇത് പാൻ്റ് ആട്ടോ, അതിൻ്റെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഒരു പാൻറ്റും സെറ്റും. പിന്നെ ഇത് വിരിച്ച് കിടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റാണ്. മസ്ലിൻ സ്വാഡൽ ക്ലോത്ത് ആണ്. അപ്പോൾ ഇപ്പോൾ സ്വാഡൽ ചെയ്യാൻ സമ്മതിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വിരിച്ച് അതിൻ്റെ മുകളിൽ കിടത്തിയിട്ടാണ് പിന്നെ ഞാൻ പുതപ്പിക്കാറുള്ളത്. അപ്പോൾ മറ്റേത് പുതപ്പിക്കണത് ഇത് വെച്ച് നമുക്ക് പുതപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് വീക്ക് അവന് വാക്സിനേഷൻ ഉണ്ട്. അപ്പോൾ അത് കൊണ്ടുപോകുമ്പോൾ അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളത് നാപ്കിൻസ്. ഇവൻ ഇങ്ങനെ ഇപ്പം കക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴല്ല, പണ്ടേ കക്കാറുണ്ട്. അപ്പോൾ ഇത് 2-3 pairs ഞാൻ വെക്കാറുണ്ട്. 3-4 എന്തായാലും വെക്കും. അപ്പോൾ കക്കുകയാണെങ്കിലും പെട്ടെന്ന് ഇത് യൂസ്ഫുൾ ആവും. എന്താ നിങ്ങൾ ഇത് ഹാൻഡ് കർച്ചീഫ് ഹാൻകി ടാൽ എന്തായാലും മറക്കരുത് വെക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഫ്രണ്ട് ഡോറും ഫ്രണ്ട് സിപ്പും കൂടെ ഉള്ളൂ. അതിലെന്താ നോക്കാം. അത് മിക്കവാറും ഇതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. ഇത് ഞാൻ പാൽ കൊടുക്കുമ്പോൾ അവൻ്റെ കഴുത്തിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാറുണ്ട്. ബിക്കോസ് പാല് ലീക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും, പിന്നെ ആദ്യം ഡ്രസ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ എല്ലാ ഫീഡിങ്സ് കഴിഞ്ഞിട്ടും ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് കെട്ടുന്നതല്ല കേട്ടോ, ഇത് വെൽക്രോ ഉള്ളതാണ്. അപ്പോൾ വെൽക്രോ ഉള്ള സേഫ്. കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ കഴുത്തി ചുറ്റിയിട്ട് ഈ അറ്റത്ത് കൊണ്ട് വയ്ക്കും. ഞാൻ ഫുൾ ടൈറ്റും ആക്കാറില്ല. അപ്പോൾ ഇതും നല്ല എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് ജനറലി ഫീഡിങ് അല്ല, ഫുഡൊക്കെ കഴിച്ചു തുടങ്ങുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ ഇപ്പോഴേ യൂസ് ചെയ്യുന്നത് ബിക്കോസ് പാല് കൊടുക്കുമ്പോൾ ഡ്രസ്സിലൊക്കെ ആവാറുണ്ട്. അപ്പം അതിനു വേണ്ടി ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇതും ഉണ്ട്. ഒരു 1 more towel. പിന്നെ ഇതിൽ തന്നെ 3 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ സോ ദാറ്റ് ഈ എന്താ പറയുക ചൂടുവെള്ളമൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു, എനിക്ക് പേര് കിട്ടുന്നതില്ല, എനിക്ക് എന്താ അറിയില്ല. പ്രഗ്നൻസി സമയം ഡെലിവറി കഴിഞ്ഞപ്പോൾ കുറേ നല്ലോണം പറയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇത് 3 അപ്പോൾ ഇതിപ്പോൾ ഫില്ല് ചെയ്തിട്ടില്ല, ഇതിപ്പോൾ കാലിയായിട്ട് കിടക്കുക.
തെർമൽ ഐ തിങ്ക് തെർമൽ. അപ്പോൾ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ചൂടുവെള്ളമോ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇതിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ ഇപ്പം ഞാൻ റീസെൻ്റ്ലി 2-3 ദിവസം മുന്നേ ഞാൻ അവിടെ പോയപ്പോൾ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് സമയത്ത് പോയപ്പോൾ തന്നു 3 സാനിറ്ററി പാഡ്സ് വെച്ചിട്ടുണ്ട്. ഇനി എനിക്കിപ്പോൾ അറിയില്ല എപ്പോഴാണ് ആദ്യം ബാക്ക് ടു നോർമൽ പീരിയഡ് സ്കെഡ്യൂൾ സ്റ്റാർട്ട് ആകുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്തായാലും വെക്കണം. അത് ആയില്ലെങ്കിൽ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് തിങ്. ഇത് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എപ്പോഴും മറ്റേ പാൻറ്റി ലൈനേഴ്സ് അത് എന്തായാലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ മാറി യൂസ് ചെയ്യാൻ. പാൻറ്റി ലൈനേഴ്സ് നമുക്ക് പീരിയഡ് സമയത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം അല്ലല്ലോ ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടില്ല. സോ ഞാൻ എപ്പോഴും സാനിറ്ററി പാഡ്സ് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഒരു ഡയപ്പർ ബാഗ്. അപ്പോൾ ഇതിൽ കുറേ സാധനങ്ങൾ ഇപ്പം മിസ്സിംഗ് ആണ്. ലേറ്റർ ഓൺ ഞാൻ എന്തായാലും ആഡ് ചെയ്യും. ലൈക്ക് ബോട്ടിൽസ് ഉണ്ടാവും, പിന്നെ ഫുഡ് ഐറ്റംസ് ഉണ്ടാവും, അങ്ങനത്തെ 2-3 സാധനങ്ങൾ എന്തായാലും ആഡ് ചെയ്യും. അപ്പം ഞാൻ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് പാർട്ട് 2 ആയിട്ട് ഞാൻ ചെയ്യാം. ലൈക്ക് അഡീഷൻ ടു ദ ഫസ്റ്റ് ഡയപ്പർ ബാഗ് വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിട്ട് അഡീഷൻ വീഡിയോ ഞാൻ ചെയ്തോളാം എന്തൊക്കെ ആഡ് ചെയ്തു ഞാൻ പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ ഈ ഡയപ്പർ ബാഗ് എന്തൊക്കെയുണ്ടെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.